രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. സാത്വം അഭ്യുദയേ പ്രാപ്തേ ദഹ്യമാനേവ മന്ധരേ. അല്ലയോ മന്ധരേ, അങ്ങനെയുള്ള സ്നേഹനിധിയായിരിക്കുന്ന ധർമ്മസ്വരൂപനായ ശ്രീരാമന് ഇങ്ങനെ വലിയൊരു അഭ്യുദയം ശ്രേയസ് വരുമ്പോ, അല്ലയോ മന്ധരേ, നീ എന്തിന് ഇങ്ങനെ തീയിൽപ്പെട്ടവളെ പോലെ കോലാഹലം കൂട്ടുന്നു, ഭയക്കുന്നു, വേദനിക്കുന്നു, നിലവിളിക്കുന്നു? യഥാർത്ഥത്തിൽ രാമന് മംഗളമാ വരുന്നേ. രാമന് മംഗളം വരുമ്പോഴേക്കും ആ മംഗളം ആർക്കാ വരുന്നത്? ഈ നാടിന് മുഴുവൻ വരികയാണ്. നമുക്ക് മാത്രമല്ല, ഈ കൊട്ടാരത്തിലുള്ളവർക്ക് മാത്രമല്ല, നാടിന് മുഴുവൻ മംഗളം വരികയാണ്. അങ്ങനെ ലോകത്തിന് മുഴുവൻ സന്മംഗളം വരുമ്പോഴേക്കും നീ എന്തിനാണ് ഇങ്ങനെ പരിതപിക്കുന്നത്? കൈകേയി മന്ധരയോട് ചോദിക്കുന്നു. യഥാ വൈ ഭരതോ മാന്യ തഥാ ഭൂയോ വിരാഘവ. കൈകേയി മന്ധരയോട് പറയാണ്, ഭരതൻ എനിക്ക് മാന്യനാണ്, അതുകൊണ്ട് എന്റെ വാത്സല്യത്തിന് അവൻ പാത്രമാണ്. വളരെയേറെ സ്നേഹത്തോടുകൂടി ഞാൻ അവനെ പരിപാലിക്കുന്നു. അതേപോലെ തഥാ ഭൂയോപിരാഘവ തഥാ, അതേ പ്രകാരത്തിൽ ശ്രീരാമനും എനിക്ക് മാന്യനാണ്. ഭരതൻ എത്ര കണ്ട് മാന്യനാണോ അതേ പ്രകാരത്തിൽ രാമനും എനിക്ക് മാന്യനാണ്. അതേ പ്രകാരത്തിൽ ഭരതനിൽ ഞാൻ ഏത് പ്രകാരത്തിലുള്ള വാത്സല്യം ചൊരിയുന്നോ അതേ പ്രകാരത്തിലുള്ള വാത്സല്യം രാമനിൽ ചൊരിയുന്നു. ഭരതൻ എനിക്ക് എത്ര കണ്ട് വിശ്വസനീയനാണോ അതേപോലെ വിശ്വസനീയനാണ് രാമൻ. എന്ന് മാത്രമല്ല, ഭൂയോബി, അതിലേറെയും ഭരതനോട് എനിക്ക് എത്ര കണ്ട് സ്നേഹവും വാത്സല്യവും അതേപോലെ തന്നെ മാന്യത നിറഞ്ഞോ അതിനേക്കാളേറെ സ്നേഹവും വാത്സല്യവും മാന്യതയുടെ സങ്കല്പങ്ങളും എനിക്ക് രാമനോടുണ്ട്. ഭരതനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവൻ രാമനാണ്. യാതൊരു സംശയത്തിനും ഇടവരാതെ കൈകേയി മന്ധരയോട് പറയാണ്, യഥാ വൈ ഭരതോ മാന്യ തഥാ ഭൂയോപി രാഘവ. ഏറെ ഏറെ ബഹുമാന്യനാണ് രാമൻ, വാത്സല്യനിധിയാണ് രാമൻ, സ്നേഹമുള്ളവനാണ് രാമൻ, വിശ്വാസമുള്ളവനാണ് രാമൻ. എന്ന് മാത്രമല്ല, അല്ലയോ മന്ധരേ, നീ ഇതിനകം അറിഞ്ഞിരുന്ന കാര്യമാണല്ലോ ഇത്, എല്ലാവർക്കും അറിയാമല്ലോ. കൗസല്യാതോ അതിരിക്തം ച മമ ശുശ്രൂഷതേ ബഹു. ആ രാമൻ കൗസല്യയുടെ മകനാണ്. പക്ഷേ കൗസല്യയെ എങ്ങനെ ശുശ്രൂഷിക്കുന്നുവോ അതിനേക്കാളേറെ ബഹുമാനത്തോടും സ്നേഹത്തോടും രാമൻ എന്നെ ശുശ്രൂഷിക്കുന്നു. ശുശ്രൂഷ, കേൾക്കാനുള്ള ആഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം അതാണ് ശുശ്രൂഷ. ശ്രോതും ഇച്ഛ, ശുശ്രൂഷ, കേൾക്കാനുള്ള ആഗ്രഹം. കേൾക്കാനുള്ള ആഗ്രഹം, അതാണ് ശുശ്രൂഷ. നമുക്ക് ബഹുമാന്യരായ ആള് എന്ത് പറയുന്നുവോ അത് കേൾക്കാനുള്ള ആഗ്രഹം, അവരുടെ വാക്കുകളിലുള്ള ശ്രദ്ധ, അവർ തരുന്ന നിർദ്ദേശങ്ങളിലുള്ള ശ്രദ്ധ, പിന്നെയോ ആ നിർദ്ദേശങ്ങളെ അതേ പ്രകാരത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രദ്ധ. ഇതാണ് ശുശ്രൂഷ. ശുശ്രൂഷ എന്നുള്ള വാക്ക് ഇന്ന് വളരെ പരിമിതമായ ഒരു അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അതും ഇതിനകത്തുണ്ട്. ആ അർത്ഥവും ഈ ശുശ്രൂഷ എന്നുള്ള പദത്തിനകത്തുണ്ട്.
നമുക്ക് ബഹുമാന്യരായ ആള് എന്തെന്തൊക്കെ പറയുന്നുവോ പ്രവർത്തിക്കുന്നുവോ അതെല്ലാം അതേപടി അനുസരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സേവനം കൂടി ചെയ്യുന്നതും ശുശ്രൂഷ തന്നെ. അങ്ങനെ രാമൻ എത്ര കണ്ട് കൗസല്യയുടെ വാക്കുകൾ അനുസരിക്കുന്നുവോ പ്രവർത്തിപ്പിക്കുന്നുവോ, കൗസല്യയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് ആജ്ഞകൾ കേൾക്കാനായിട്ട് എത്ര ശ്രദ്ധയോടുകൂടി അരികിൽ നിൽക്കുന്നുവോ, അതിനേക്കാളേറെ ശ്രദ്ധയോടുകൂടി എന്നെ ശുശ്രൂഷിക്കുന്നു. അവൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്നു, എൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്നു. ഞാൻ അവനോട് സ്നേഹത്തോടു കൂടിയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവൻ അതുപോലെ ചെയ്തിരിക്കും. യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ സങ്കല്പിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് രാമൻ നിർവഹിച്ചിരിക്കും. അങ്ങനെ കൗസല്യയോട് രാമൻ ഉള്ളതിനേക്കാൾ സ്നേഹം അല്ലയോ മന്ധരേ എന്നോടാണ്. ഞാനാണ് അവന്റെ അമ്മ. അത്ര ദൃഢമാണ് അവന് എന്നിലുള്ള ഭക്തി. എന്നിട്ടാണോ നീ ഈ പ്രകാരത്തിലെല്ലാം എന്നെ പറഞ്ഞു കേൾപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ ഉറപ്പോടുകൂടി കൈകേയി മറുപടി പറയുമ്പോൾ എത്ര കണ്ട് ശുദ്ധമാണ് കൈകേയിയുടെ മനസ്സ് എന്ന് ഈ സന്ദർഭത്തിലെല്ലാം നമുക്ക് നന്നായി അറിയാം. ഇത്ര കണ്ട് രാമനോട് വാത്സല്യവും സ്നേഹവും വിശ്വാസവും അർപ്പണവും ഒക്കെയുള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് വേറെ കണ്ടെത്തുക എളുപ്പമല്ല. കൈകേയിക്ക് സ്വന്തമായി ഒരു മകനുണ്ട്, താൻ പ്രസവിച്ച സന്താനം ഭരതൻ. ആ ഭരതനെ എന്തെങ്കിലും കുതന്ത്രം കൊണ്ട് രാജാവാക്കാൻ വേണ്ടിയിട്ട് മന്ധര ശ്രമിക്കുമ്പോൾ അതിനു വഴങ്ങാതെ യഥാർത്ഥ അവകാശിയായ രാമനിലുള്ള ആ സ്നേഹത്തിന് ഒരു കുറവും വരുത്താൻ അനുവദിക്കാതെ ആ രാമനെ തന്നെ രാജാവാക്കാൻ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഭരതനെക്കാളും രാമനാണ് എന്ന് പ്രഖ്യാപിക്കാൻ അത്ര കണ്ട് തെളിവുറ്റ ഹൃദയത്തിന്റെ ഉടമയാണ് കൈകേയി. ആ കൈകേയിയുടെ മനസ്സിലാണ് പങ്കിലമായിട്ടുള്ള വിചാരങ്ങളെ വികാരങ്ങളെ അതിസമർത്ഥമായിട്ട് തുടർന്ന് മന്ധര കടത്തിവിടുന്നത്. ഇതുവരെ മന്ധര പറഞ്ഞ വാദങ്ങളെല്ലാം പീഠികയാക്കിക്കൊണ്ട് ആ ഒരു പാപബുദ്ധിക്ക് വേണ്ടുന്ന ചവിട്ടുപടിയാക്കിക്കൊണ്ട് ആ പടിയിലൂടെ കയറി അതിൻ്റെ ഏറ്റവും പങ്കിലമായിരിക്കുന്ന പാപബുദ്ധിയെ മന്ധര പ്രതിഷ്ഠിക്കുന്നത് നമ്മളിനി കാണും. കൈകേയിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും മന്ധരയ്ക്ക് ഭയങ്കരമായ ദുഃഖമുണ്ടായി. മന്ധര ഉടനെ തന്നെ കൈകേയിയോട് പ്രതികരിക്കുകയാണ്. ഭവിത രാഘവോ രാജ രാഘവസ്യ ജയസ്സുതഃ രാജവംശാത്തു ഭരത കൈകേയി പരിഹാസ്യതേ. അല്ലയോ കൈകേയി, നീ ഇപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, രാമൻ പ്രിയപ്പെട്ടവനാണ്. പക്ഷേ നീ ഒന്ന് ഓർത്തുകൊള്ളണം, രാമൻ യുവരാജാവാകും മഹാരാജാവുമാകും. അങ്ങനെ അധികാരത്തിന്റെ കൊടുമുടിയിൽ രാമൻ ഏറുന്ന അവസരത്തില് എന്താ സംഭവിക്കുമെന്നറിയോ? നിന്റെ മകനുണ്ടല്ലോ ഭരതൻ, അവൻ ഈ വംശത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടും. അവന് സൂര്യവംശത്തില് പിന്നെ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. നീ വിചാരിക്കുന്നു രാമൻ രാജാവായിരിക്കുമ്പോഴും യുവരാജാവായിരിക്കുമ്പോഴും രാജാവായിരിക്കുമ്പോഴും രാമന്റെ അടുത്തയാള് ഭരതൻ തന്നെയായിരിക്കും. രാമൻ അത്ര കണ്ട് വാത്സല്യമയമായ സ്ഥാനം ഭരതന് നൽകും എന്നൊക്കെ അല്ലേ നീ പറഞ്ഞത്? അതല്ല ഭരതനെ കാത്തിരിക്കുന്നത്. ഈ വംശത്തിൽ നിന്നുള്ള പുറത്താക്കലാണ്. നീ ഓർത്തോ, ഒരു രാജാവിന് ഒന്നിലേറെ സന്താനങ്ങളുണ്ടെങ്കിൽ എല്ലാവരെയും രാജാവാക്കൂല, ഒരാളെ മാത്രമേ രാജാവാക്കൂ. അത് മൂത്തയാളിനെ രാജാവാക്കും. അയാൾ രാജാവാകാൻ യോഗ്യനാണ് എന്നുണ്ടെങ്കിൽ അയാളെ മാത്രമേ പ്രതിഷ്ഠിക്കൂ രാജസിംഹാസനത്തില്. ബാക്കി എല്ലാവർക്കും സമാനമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകി, ആദരണീയമായ സ്ഥാനങ്ങൾ നൽകി അവരെ ഒന്നും അങ്ങനെ പ്രതിഷ്ഠിക്കുകയില്ല.
ഈ അധികാരത്തിന്റെ ശ്രേണിയിൽ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് സർവ അധികാരവും നൽകി അയാളെ യുവരാജാവാക്കി പിന്നെ ഭാവിയിൽ മഹാരാജാവാക്കി പ്രതിഷ്ഠിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ആ സ്ഥാനത്തേക്ക് വരുന്നത് രാമനാണെന്ന് അറിഞ്ഞുകൊള്ളണം. നിന്റെ മകനായിരിക്കുന്ന ഭരതന് പിന്നെ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ നിന്റെ പുത്രന് ഈ കൊട്ടാരത്തിൽ നിന്ന് തന്നെ പുറത്ത് പോകേണ്ട ഗതികേടുണ്ടാകും. ഇല്ലെങ്കിൽ അവമാനം സഹിച്ചുകൊണ്ടിവിടെ കഴിയേണ്ടി വരും. ധ്രുവം തു ഭരതം രാമ പ്രാപ്യ രാജ്യമകണ്ഠകം ദേശാന്തരം നായയിത ലോകാന്തരമഥാവിവ. ശ്രീരാമൻ ഈ രാജ്യത്തിന്റെ അധികാരിയായി കഴിഞ്ഞാൽ നിന്റെ പുത്രനായ ഭരതനെ എന്തു ചെയ്യുമെന്ന് നിനക്കറിയുമോ? തന്റെ ആധിപത്യത്തെ ഇനി ആരും ചോദ്യം ചെയ്യരുത്. അതിനു വേണ്ടിയിട്ട് ചോദ്യം ചെയ്യണമെങ്കിൽ അതിനുള്ളതായ അവസരം ഉള്ളത് ഭരതന് മാത്രമാണ്. ലക്ഷ്മണൻ ഭരതനേക്കാളും അപ്പുറത്താണ്, ഒന്നുകൂടി താഴെയുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത്. രാമന്റെ നേരെ സഹോദരൻ അനുജൻ ഭരതനാണ്. അപ്പോൾ ഭരതനെ ചോദ്യം ചെയ്യുള്ളൂ. അപ്പോ ആ ഭരതനെ രാമൻ എന്നും സംശയത്തോടെ നോക്കും. അതുകൊണ്ട് രാമൻ എന്ത് ചെയ്യും? അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞുവിടും. ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറക്കുക മാത്രമല്ല, അവനെ നാട് കടത്തും. ഇവിടെ നിന്നിട്ട് നാട് കടത്തിയാലും ഭാഗ്യം. അതിനേക്കാളേറെ സംഭവ്യമായിരിക്കുന്നത് ലോകാന്തരമഥാവിവ. ഈ ലോകത്തുനിന്ന് തന്നെ ഭരതനെ പറഞ്ഞുവിടും. ഭരതനെ സംഹരിച്ചു കളയും രാമൻ. മന്ധര കൈകേയിയെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. കാരണം ഭരതൻ ഇനി 4 പേരെ തന്റെ വശത്താക്കിയിട്ട് തന്റെ സിംഹാസനത്തെ ചോദ്യം ചെയ്താലോ? അതുകൊണ്ട് ഭരതനെ രാമൻ സംഹരിച്ചു കളയും. അങ്ങനെ വലിയൊരു യുഗത്തിന്റെ മുന്നിലാണ് നിന്റെ മകൻ നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളണം. ലക്ഷ്മണന് ഈ ഭയം ആവശ്യമില്ല. രാമൻ ലക്ഷ്മണനെ എപ്പോഴും സംരക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അശ്വിനോരിവ സൗഭ്രാത്രം തയോ ലോകേഷു വിശ്രുതം. അവർ തമ്മിലുള്ളതായ ആ സാഹോദര്യ ബന്ധം അശ്വിനി ദേവന്മാർ തമ്മിലുള്ള സാഹോദര്യ ബന്ധം പോലെ തന്നെയാണ്. അശ്വിനി ദേവന്മാർ ദേവന്മാരുടെ വൈദ്യന്മാരാണ്, അങ്ങേരുടെ സുന്ദരന്മാരാണ്. അവർ ഇരട്ട പെറ്റവരാണ്. രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റൂല. അങ്ങനെയാണ് അവർ രണ്ടുപേരും.